ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് സമ്മേളനം നടന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവം എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലൻ എന്ന് സുനിൽ പി ഇളയിടം. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ തീരസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. രണ്ടാം ദിനത്തിൽ സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനവും മൊബിലൈസേഷനും നടന്നു. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജനുവരി 13-നാണ് ജാഥ. സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 15-ന് ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 25-ന്. സംഘാടക സമിതി ഓഫീസ് തുറന്നു. എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പുല്ലൂർ വണ്ണാർ വയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഹാളിലായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് സമ്മേളനം നടന്നത്. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് മറുപടിയും ഒക്കെ പറയാനായിട്ട് നമ്മുടെ സംസ്ഥാന ട്രഷറാണ്. അങ്ങനെ എല്ലാവരും ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിന് ചില കാര്യങ്ങളുണ്ട്. അത് ഇതൊക്കെ ഞങ്ങളൊരു നിമിത്തം പോലെ ഇന്ന് ഞാൻ അല്ലെങ്കിൽ നാളെ നീ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രസിഡന്റ് ആവും കാര്യങ്ങളാവും. പക്ഷെ അത് മുന്നോട്ട് പോകണം. ഓരോ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകണം. ചിലരൊക്കെ ചോദിക്കും എന്തിനാണ് സംഘടന എന്ന്. അത് അവര് അപക്വത കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് പറയാവുന്നത്. കാരണം ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ള എത്ര പേരെന്നറിയാമോ ഞങ്ങളുടെ അവിടെ ഓരോ പ്രശ്നങ്ങൾക്കായിട്ട് വന്നത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC കുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P രാമചന്ദ്രൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് N രാജ്മോഹൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ജയരാജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് VA റസാഖ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശരീരസ്രവങ്ങളിലൂടെ പകർന്ന് കരളിനെ ഗുരുതരമായി ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര നടപടി കേരള സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KPPA സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് സംഘടനയാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ഒരേ സമയം തന്നെ ട്രേഡ് യൂണിയൻ സ്വഭാവം ഉണ്ടെങ്കിലും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സംഘടനയായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൻ്റെതായ എല്ലാവിധ ഗുണങ്ങളും ചെറിയ ചെറിയ പരിമിതികളും ഉണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കും, നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരിക. പക്ഷേ നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം കാലങ്ങളായിട്ട് 34 വർഷം എന്ന് പറയുമ്പോൾ 1988 ഇന്നുള്ള പലരും വിദ്യാർത്ഥികളുമായിട്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ ഫാർമസി കഴിഞ്ഞിട്ടില്ല, പഠിക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഘടന ആലപ്പുഴയിൽ രൂപീകൃതമാകുന്നത്. അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഇപ്പോഴും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ സപ്തദിന യാചനാ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാഗത സംഘം ചെയർമാൻ വിനോദ് കുമാർ C അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജിത് കുമാർ T, നഗരസഭാ കൗൺസിലർ സുമയ്യ TK, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണവർമ്മ രാജ, പ്രിയംവദ P, ഭാസ്കരൻ P, രാധാകൃഷ്ണൻ K,
ഷീന വി, വിനോദ് എം, വേണുഗോപാലൻ ഇ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം JN കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഹരിഹരൻ H പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC+2 പരീക്ഷാ വിജയികൾക്ക് അനുമോദനവും നൽകി. ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതികൾ പിൻവലിക്കുക, സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകമായി പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലനെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ P ഇളയിടം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കിന്റെ സൂക്ഷ്മതലങ്ങളിലിറങ്ങി ലോകത്തോളം അതിനെ വികസിപ്പിച്ച് വിശാലമാക്കിയ മലയാളത്തിലെ നിരൂപകനാണ് EP രാജഗോപാലനെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ സുനിൽ P ഇളയിടം പറഞ്ഞു. സാഹിത്യത്തിൽ ഒന്നും മാറ്റിവെക്കാനില്ലെന്നും നടക്കുന്നതും കാണുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സാഹിത്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നുവെന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിരൂപണങ്ങളാണ് രാജഗോപാലന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രമുഖ നിരൂപകനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ EP രാജഗോപാലന്റെ എഴുത്തു ജീവിതത്തെ മുൻനിർത്തിയുള്ള നടന്നുപോകുന്ന വാക്ക് സാഹിത്യോത്സവം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പുസ്തകങ്ങളും ചെയ്തില്ല, പക്ഷെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും അതുമുതൽ ഇതുവരെ ഏറ്റവും അവസാനം ഇറങ്ങിയ പ്രധാന കൃതികളൊന്ന് ഉൾക്കഥ എന്ന പേരിൽ കഥാപഠനമാണ്. കഥാപഠനത്തിന്റെ പേര് ഉൾക്കഥ എന്നാണ്. ആ ഉൾക്കഥ കഥയ്ക്കുള്ളിലെ നിഗൂഢമായ മറ്റൊരു കഥയല്ല, കഥയിലൂടെ കൂടി നിൽക്കുന്ന ജീവിതബന്ധങ്ങൾ, ചരിത്രം, സംസ്കാരം, അധികാരം ഇവയുടെ ഒക്കെ കലർപ്പ് ഒരു കഥയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നാണ് ആ കഥാപഠനത്തിൽ ആലോചിക്കുന്നത്. ഈ ആലോചന വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക വിമർശനം, സാഹിത്യ വിമർശനം 1990-കളിലൂടെ കേരളത്തിൽ നേരിട്ട ഒരു വഴിത്തിരിവ് സാഹിത്യത്തെ ഒരു കേവല വസ്തുവായി കണ്ട് അല്ലെങ്കിൽ ഒരു സ്വയംപര്യാപ്തമായ ഭാഷാ സാമഗ്രിയായി കണ്ട് ആ ഭാഷാ സാമഗ്രി എങ്ങനെയാണ് ലാവണ്യത്തെ, സൗന്ദര്യാനുഭവത്തെ ഉത്പാദിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന സാഹിത്യനിഷ്ഠമായ സാഹിത്യാലോചന ഏതാണ്ട് അവസാനിക്കുകയും CM വിനയചന്ദ്രൻ അധ്യക്ഷനായി. ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും ഡോക്ടർ NP വിജയൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് EP രാജഗോപാലന്റെ പല ഭാഷകളിലെ ജീവിതം PVK പനയാലിൽ നിന്ന് M മൃദുലും എന്റെ സ്ത്രീ അറിവുകൾ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടനിൽ നിന്ന് ഡോക്ടർ CK സബിതയും ഏറ്റുവാങ്ങി. EP കൃതികളിലെ മൗലിക നിരീക്ഷണങ്ങളെ മുൻനിർത്തി തയ്യാറാക്കിയ വാക്കിന്റെ ലോകം, ലോകത്തിന്റെ വാക്ക് പാനൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം MV ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് രണ്ടും പരസ്പര പൂരകമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വ്യക്തി കൂടിയാണ്. ഇവിടെ ശ്രീ രാജഗോപാൽ മാസ്റ്ററുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളുടെ മൗലിക നിരീക്ഷണങ്ങളുടെ പാനൽ പ്രദർശനമാണ് ഇതിൽ അത്ഭുതമായിട്ടുണ്ടാവുക. രാജഗോപാൽ മാസ്റ്ററെ കുറിച്ച് വളരെയേറെ അറിയപ്പെടുന്ന ഒരാളാണ്. സ്വാഭാവികമായും വ്യക്തിബന്ധവും അദ്ദേഹത്തെ നിരന്തരമായി പല യോഗങ്ങളിലും കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാനും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാനും, ഞാനിവിടെ പറഞ്ഞതുപോലെ 1-2 പുസ്തകങ്ങൾ മാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുള്ളൂ. എനിക്ക് ആ വായനയിലൂടെ തോന്നിയിട്ടുള്ള അനുഭൂതി എന്ന് പറയുന്നത് 3 സെഷനുകളിലായി നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ KP മോഹനൻ, EV രാമകൃഷ്ണൻ, ഡോക്ടർ AM ശ്രീധരൻ, ഡോക്ടർ AC ശ്രീഹരി, ഡോക്ടർ രേണുക N, ഡോക്ടർ റഫീഖ് ഇബ്രാഹിം, AV സന്തോഷ് കുമാർ, ഡോക്ടർ സിന്ധു കിഴക്കാനിയിൽ, PK സുരേഷ് കുമാർ, MK മനോഹരൻ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, നാരായണൻ കാവുമ്പായി, സീതാദേവി കരയാട്ട് എന്നിവർ സംസാരിച്ചു. EP രാജഗോപാലനുമായി TR അജിയൻ അഭിമുഖ ഭാഷണം നടത്തി. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ VPP മുസ്തഫ, പ്രൊഫസർ KP ജയരാജൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോളേജിലെ മൂവി മാനിയ തയ്യാറാക്കിയ EP രാജഗോപാലന്റെ ബയോപിക് ഏതൽ പണിക്കാരൻ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ തീരദേശ അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും പോഷിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന തീരസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 2ാം ദിനത്തിൽ സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനവും മൊബിലൈസേഷനും നടന്നു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി രമണീയമായ വലിയ പറമ്പ് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ജില്ലയിലെ 11 തീരദേശ തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് പേരാണ് തീരസംഗമ നഗരിയിലെത്തുന്നത്. ശനിയാഴ്ച സെമിനാറും കുടുംബശ്രീ സംരംഭകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും നടന്നു. സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. അത് തിരിയുന്നില്ലായിരിക്കും അല്ലെ, ഇത്ര മുടിയും
ഓടിച്ചാടി കളിക്കുന്ന അല്ലെ, കള്ളുടിക്കുന്ന ഒരു പെണ്ണ്, കഞ്ചാവ് പിടിക്കുന്ന ഒരു പെണ്ണ്, പെണ്ണുപിടിക്കുന്ന ഒരു പെണ്ണ്, പെണ്ണുപിടിക്കുന്നു. എന്തിനാ പെണ്ണ്? ഏറ്റവും ഭയങ്കര വൈറലായ ഒരു വരുമാനത്തിന്റെ ഒരു പലപ്പോഴും പറയുമ്പോ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി കിഷോർ കുമാർ, കുടുംബശ്രീ CDS അധ്യക്ഷരായ ആയിഷ ഇബ്രാഹിം, മുംതാസ് അബൂബക്കർ, എം സുമതി, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ എം രേഷ്മ, ജില്ലാ പ്രോഗ്രാം മാനേജർ പി രത്നേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തീരദേശ സംരംഭങ്ങൾ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കുടുംബശ്രീയിലെ സംരംഭകർ അനുഭവങ്ങൾ വിവരിച്ചു. ഡിസംബർ 15 ഞായറാഴ്ച വൈകുന്നേരം തീരസംഗമം സമാപിക്കും. രാവിലെ 10 പ്രതിഭാതീരം, കായിക തീരം, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും വയോജനങ്ങളെയും ആദരിക്കും. തുടർന്ന് ബാലവയോജന സംഗമം നടക്കും. അനുഭവ വിവരണത്തിൽ നിർമ്മൽ കുമാർ കാടകം മോഡറേറ്ററായിരിക്കും. വൈകുന്നേരം 3 പുറച്ചേരി കലാസമിതി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് കാൽച്ചിലമ്പ് അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 13 ജാഥ സംഘടിപ്പിക്കുന്നത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അടച്ചുപൂട്ടിയ ചെറുകിട സ്ഥാപനം എന്ന് പറയുന്നത് ഏകദേശം 30,000-ഓളം വരും. 30,000-ഓളം ചെറുകിട കച്ചവടക്കാർ അടച്ചുപൂട്ടേണ്ടി വന്നു. ആഗോള കുത്തക വിപണന്മാരുടെ ഓൺലൈൻ വ്യാപാരം അത് കോടിക്കണക്കിനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെയാണോ നമ്മൾ ആട്ടി ഓടിച്ചത്, ആ ആട്ടി ഓടിച്ചവരെ പരവതാനി വിരിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ള ഭരണാധികാരികളെ കെടുങ്കാര്യസ്ഥത സമൂഹത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥയുമായി ഞങ്ങൾ പുറപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ, വിനോദ്, റിയാസ് ചൌക്കി, വിജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ B സ്വാഗതവും മോഹൻ നായിക് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ സംഘാടക സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PV കുഞ്ഞമ്പു ചെയർമാനായും പ്രകാശൻ B വർക്കിംഗ് ചെയർമാനായും റിയാസ് ചൌക്കി കൺവീനറും വിജയചന്ദ്രൻ, മനോജ് പേടകം എന്നിവർ വൈസ് ചെയർമാൻമാരായും രഘുനാഥ്, ഗോപി കുമ്പള എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 15 ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷൻ ഡിസംബർ 15 ചിറപ്പുറം നീലേശ്വരം നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന അസോസിയേഷൻ പതാക സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥും ജില്ലാ അസോസിയേഷൻ പതാക ജില്ലാ പ്രസിഡന്റ് KP അരവിന്ദനും ഉയർത്തും. സംഘാടക സമിതി ചെയർമാൻ AB സുരേന്ദ്രൻ സ്വാഗതം പറയും. സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് മത്സര വിശദീകരണം നടത്തും. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, കൺസ്യൂമർ ഫെഡ് മെമ്പർ VK രാജൻ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അത് കുറച്ചുകൂടെ ഇനിയും നമ്മുടെ ഈ പരിപാടിയിൽ വരുന്ന പല ഭാഗങ്ങളിൽ നിന്നുകൂടി എത്തുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് അവിടെ വരുന്നത്. കമ്പവലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേക ഒരു ഗെയിമാണ്. നമ്മൾ മറ്റ് കളികളും മാതിരിയല്ല. ഫുട്ബോൾ അതുപോലെ തന്നെ മറ്റുള്ള വോളിബോൾ മാതിരിയുള്ളതല്ല. ഇതൊരു ബലാബലം നേരിട്ട് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതിന് ഈ പറയുന്ന നിങ്ങളുടെ ഈ ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. സീനിയർ പുരുഷ മിക്സഡ് വിഭാഗത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. സീനിയർ പുരുഷ വിഭാഗത്തിൽ 600, 640, മിക്സഡിൽ 580 കിലോ വിഭാഗത്തിലാണ് മത്സരം നടക്കുക. സംസ്ഥാനത്തെ 14 ജില്ലയിൽ നിന്നായി 420 കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നീലേശ്വരം പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, OV രവീന്ദ്രൻ, PV സതീശൻ, M ഗോപിനാഥൻ എന്നിവർ സംബന്ധിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ അനിൽ ബംഗളം സ്വാഗതവും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ നന്ദിയും പറയും.
വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AV സുരേന്ദ്രൻ, ജനറൽ കൺവീനർ അനിൽ ബംഗളം, ജില്ലാ പ്രസിഡന്റ് KP അരവിന്ദാക്ഷൻ, സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ, ബാബു കോട്ടപ്പാറ എന്നിവർ സംബന്ധിച്ചു. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ. ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോടുകൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയ്സ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 25 നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ പ്രകാശനവും നടന്നു.
1940 ആരംഭിച്ച അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ നാളിതുവരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായ പ്രമുഖനുമായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും വ്യവസായിയുമായ M. ഹമീദ് ഹാജി പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. 2 പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഈ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ആരെ നമ്മൾ വിളിക്കുമെന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേരുകൾ വന്നു, സെലിബ്രിറ്റികളുടെ പേരുകൾ വന്നു. ഞാൻ പറഞ്ഞു, സെലിബ്രിറ്റികളെക്കാളും നമുക്ക് നല്ലത് നമ്മുടെ സ്കൂളിനെ എന്നും സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ലാസ്റ്റ് കുഞ്ഞബ്ദുള്ള ഹാജിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം അത് ഞാനതിൽ വേണോ, ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ല, നിങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും യോജിച്ച വ്യക്തിത്വമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തത്. ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇന്ന് രാവിലെ BRCയുടെ സെമിനാറിൽ പങ്കെടുത്തിട്ട് വരുന്നത്. ആ സെമിനാറിൽ AU എന്നോട് പറഞ്ഞത്, പക്ഷേ നിങ്ങളുടെ സ്കൂളിലുള്ള പ്രഭാത ഭക്ഷണം മറ്റ് സ്കൂളുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. 56 സ്കൂളുകളുണ്ട്, അവിടേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ V. മോഹനൻ, രാജേഷ് കാറ്റാടി, K. മണികണ്ഠൻ, സുമാ രാജൻ, K. രജനീഷ്, സുമാ അനിൽ, ജാഫർ പാലായി, ഷഫീഖ് ആവിക്കൽ, രമ്യ സുനിൽ, KG സജീവൻ, A. ഹാജറ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി K. സജിത എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം ഡിസംബർ 25-ന് E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ KP ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പുല്ലൂർ വണ്ണാർ വയൽ അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ പ്രഥമ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. വണ്ണാർ വയൽ അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിലാണ് സംഗമം നടന്നത്. സംഗമത്തിനു മുന്നോടിയായി വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു. കുടുംബസംഗമം റിട്ടയർഡ് കേണൽ P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനമായിരിക്കും, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അതേ മാതൃസമിതിയും അതുപോലെ തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ആദ്യം നടത്തുന്നതും സംരംഭം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിരിക്കും. അപ്പോൾ ഇതിനെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇതേപോലെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആശംസയും ചെയ്യാണ്. കാരണം നമ്മുടെ ഈ തലമുറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മുമ്പൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളൊരാൾ പട്ടാളക്കാരോട് ലീവിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാമം മുഴുവൻ അറിയാം ലീവിൽ വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പം അങ്ങനെയല്ല. മുമ്പ് 2 പേർ വന്നാലേ നമ്മൾ ഗ്രാമം മുഴുവൻ അറിയും. ഒന്ന് എൻ്റെ പട്ടാളത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വരുമ്പോൾ. മുമ്പ് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയും, എല്ലാവരും പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ അറിവ് വർദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. എക്സ് വാരിയേഴ്സ് പുല്ലൂർ പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷനായി. ചടങ്ങിൽ മുതിർന്ന വിമുക്ത ഭടന്മാരായ V. കൃഷ്ണൻ, K. ഗോപാലൻ, V. ഗോവിന്ദൻ നായർ, K. രാമകൃഷ്ണൻ, V. സുകുമാരൻ എന്നിവരെ ആദരിച്ചു. മുഖ്യാതിഥിയായി എത്തിയ കേണൽ P. ദാമോദരൻ മുതിർന്ന വിമുക്ത ഭടന്മാരെ ഷോളണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിൽ എക്സ് വാരിയേഴ്സ് പുല്ലൂർ സെക്രട്ടറി M. ബാബുരാജ്, രാജൻ എക്കാൽ, തമ്പാൻ പെരളം, K. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കള്ളാർ മണ്ഡലം സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും. പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസലും പൊതുയോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീറും ഉദ്ഘാടനം ചെയ്യും. 15-ന് ഞായറാഴ്ച രാജപുരം ടൗണിൽ പതാക ഉയർത്തുകയും തുടർന്ന് പ്രതിനിധികൾ പ്രകടനമായി പൈനിക്കര ഉമ്മൻചാണ്ടി നഗറിലേക്ക് എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കള്ളാർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 14 വാർഡുകളിലും വാർഡ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കള്ളാർ മണ്ഡല സമ്മേളനം 2024 ഡിസംബർ 14, 15, 16 തീയതികളിൽ നടത്തപ്പെടുകയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ വാർഡ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡലം സമ്മേളനം നടത്തുന്ന ആദ്യത്തെ മണ്ഡല കമ്മിറ്റിയാണ് കള്ളാർ. പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനായി പ്രതിനിധി സമ്മേളനം 15-ാം തീയതി രാവിലെ
9:30 ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 16 മാലക്കല്ലിൽ നിന്നും കള്ളാറിലേക്ക് പ്രകടനം നടത്തും. ലീഡർ കെ കരുണാകരൻ നഗറിൽ മണ്ഡലം പ്രസിഡന്റ് MM സൈമണിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുയോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ ഉദ്ഘാടനം ചെയ്യും. KPCC DCC നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. വെള്ളിക്കുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ പുഞ്ചക്കാട് സൗജന്യ പാചക പരിശീലനത്തിന് തുടക്കമായി. വേറിട്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പരിശീലനം നൽകുക വഴി ഈ മേഖലയിലേക്ക് പുതിയ സംരംഭകരുടെ കടന്നുവരവാണ് ലക്ഷ്യമിടുന്നത്. 18നും 45 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് പാചകത്തിലും ഫാസ്റ്റ് ഫുഡ് വിഭാഗത്തിലുമായി 50 ഇനങ്ങളിലാണ് പരിശീലനം നൽകി വരുന്നത്. 10 ദിവസത്തെ ക്ലാസുകൾ, വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പരിശീലനം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയാണ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി സൗജന്യമായി നൽകി വരുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ നീളുന്നതാണ് പരിശീലനം. യൂണിഫോം, പഠന ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്നിവയും പരിശീലനത്തിനെത്തുന്നവർക്ക് ഉച്ചയൂൺ ഉൾപ്പെടെ ഭക്ഷണവും സൗജന്യമാണ്. എഴുത്തു പരീക്ഷയുൾപ്പെടെ പൂർത്തിയാക്കിയവർക്ക് അഭിമുഖം നടത്തിയ ശേഷമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നൽകും. ഇതോടൊപ്പം സംരംഭം തുടങ്ങുമ്പോൾ വേണ്ട പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും വായ്പാ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള പരിശീലനവും യൂണിയൻ RCT നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. പുതുതലമുറയിലുള്ളവരുടെ ഇനങ്ങൾക്കൊപ്പം ഗോപി മഞ്ചൂരി, നൂഡിൽസ്, സ്നാക്സ് ഇനങ്ങളിൽ സമൂസ, പപ്സ്, കട്ട്ലറ്റ്, മുളകുബജി, കിഴങ്ങുബജി തുടങ്ങിയവയിലുമാണ് യൂണിയൻ RCT പരിശീലനം നൽകി വരുന്നത്. കെയ്റോസ് കാഞ്ഞങ്ങാട് മേഖലാ ഫെഡറേഷനാണ് പുഞ്ചക്കാട്ട് നടന്നുവരുന്ന പരിശീലനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. വെള്ളിക്കുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് നടത്തുന്ന 10 ദിവസത്തെ പരിശീലനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഡയറക്ടർ VP ഗോപി, പരിശീലകരായ C. ലിൻഡ ലൂയിസ്, M. ഷബാന എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള 14 ജില്ലകളിലും RCTsകളുണ്ട്. നമുക്കിവിടെ നടക്കുന്നത് കാസർഗോഡ് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ഇത് 10 ദിവസത്തെ കോഴ്സാണ്. ഇത് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVTന്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിവിധ തരം ഫുഡ് ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. 50ഓളം തരത്തിലുള്ള പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സുകളാണ് നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശീലനം കഴിഞ്ഞ ഒരാൾക്ക് ഒരു ബേക്കറി യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡോ വളരെ ഈസി ആയിട്ട് നടത്താവുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണിത്. RCTകളിൽ സംബന്ധിച്ചിടത്തോളം 40ഓളം തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സംരംഭകത്വ കോഴ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൽ ഫാസ്റ്റ് ഫുഡ് പൊതുവെ നല്ല രീതിയിൽ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കോഴ്സാണ്. ഇന്നിവിടെ 5ാം ദിവസത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്നിവിടെ പാനിപ്പൂരി, അതുപോലെ കട്ട്ലറ്റ് ഐറ്റംസ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. KV പ്രജീഷ്, MK രജിഷ, K നിഷ, മരിയ ഗൊരേത്തി, ബെൻസി ഷാജി എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ വൾവക്കാട് ലൈവ് വുമൻസ് ടീം ഒളവറ ഷിഫ വെൽനസ് സെന്ററിന്റെ സഹകരണത്തോടെ അക്യുപങ്ക്ചർ ബോധവൽക്കരണ ക്ലാസും ചികിത്സയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരം പരിപാടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇത്തരം പരിപാടി നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നത്. ഇനിയും ഇത് കൂടുതൽ കടന്നുവരുന്നു. തീർച്ചയായും പുതിയ ചികിത്സാ രീതികളും കാര്യങ്ങളും ഒക്കെ നടത്തി ജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ നല്ല ഒരു ക്യാമ്പ് ഒരു വിപുലമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. സൗദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MK ഹാജി, TM അമീർ ഹാജി, ഡോക്ടർ K. റൌഫ്, P. ജമാൽ ഹാജി, KP അബ്ദുൽ ഖാദർ, M. മുഹമ്മദ് കുഞ്ഞി, KM കുഞ്ഞി, PP അബൂബക്കർ, അക്യുപങ്ക്ചറിസ്റ്റുകളായ KP ഹഫ്സത്ത്, TK അഹമ്മദ് കോയ, ഫാസില ഹാഷിം, M. ഹുസൈന എന്നിവർ സംസാരിച്ചു. മനുഷ്യ ശരീരത്തെയും ഭക്ഷണക്രമങ്ങളെയും കുറിച്ച് പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PA ഷറഫുദ്ദീൻ ക്ലാസ് എടുത്തു. തുടർന്ന് അക്യുപങ്ക്ചർ ചികിത്സയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കൗൺസിൽ സംഘടിപ്പിച്ചു. ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി.
കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലെ പി രാഘവൻ നഗറിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളും അതിസമ്പന്നരായ മുതലാളിമാരും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ വലിയ ഭാഗം കൈയടക്കുക. ഇതാണ് സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിലൂടെ ലോകത്താകെ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനങ്ങളുടെ ആകെ ജീവിതം മെച്ചപ്പെടുക എന്നത് ഈ നയത്തിൻ്റെ ലക്ഷ്യമേ അല്ല. ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാ ശാസ്ത്രവിദ്യകളും ഉപയോഗിച്ച് സമ്പത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അത് കൈയടക്കുക. ജനങ്ങളുടെ ജീവിതം എന്താണ് എന്നത് ഭരണകർത്താക്കൾക്കോ ഈ സംരംഭകർക്കോ ഒരു പ്രശ്നമേയില്ല. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ്. അർഹതയുള്ളത് അതിജീവിക്കുക. എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം എന്ന ഒരു കാഴ്ചപ്പാട് മുതലാളിത്ത വ്യവസ്ഥയ്ക്കേയില്ല. അർഹതയുള്ളത് അതിജീവിച്ചാൽ മതി, അല്ലാത്തത് ചത്തുപോകുന്നത് സ്വാഭാവികമായ പ്രകൃതി നീതിയാണെന്നാണ് അവരുടെ ശാസ്ത്രം. KCEU സംസ്ഥാന പ്രസിഡന്റ് PM വഹീദ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TMA കരീം, KV വിശ്വനാഥൻ, P ജാനകി, B മോഹനൻ, KV രമേശൻ, TK രാജൻ, സാബു അബ്രഹാം, മണിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. CH കുഞ്ഞമ്പു MLA സ്വാഗതവും KV വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. 41,969 അംഗങ്ങളുള്ള യൂണിയനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ കൗൺസിലിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു.
യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. റൺസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 16 കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിലെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന രജിസ്ട്രേഡ് എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 16 തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ നടക്കും. ജനപ്രതിനിധികൾ, സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ, ഉദ്യോഗ പ്രമുഖർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇ ചന്ദ്രശേഖരൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യാതിഥിയാവും. സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷത വഹിക്കും. സംഘടനാ സെക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു ഉദ്ഘാടനം ചെയ്യും. മുൻ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് മനോജ് K മുഖ്യപ്രഭാഷണം നടത്തും. വരവ് ചെലവ് കണക്ക് അവതരണം നടക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന രജിസ്ട്രേഡ് എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് റൺസ്ഫെഡ്. റൺസ്ഫെഡിന്റെ 4ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഈ ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജി റെസിഡൻസിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ഫീൽഡിലല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലൈസൻസ്ഡ് എഞ്ചിനീയർമാരുടെ ഒരു കൂട്ടായ്മയാണ് റൺസ്ഫെഡ്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി ഈ രീതിയിൽ ജോലി ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിൻ്റെയും എഞ്ചിനീയർമാരുടെയും ഇവർ തൊഴിൽപരമായും മറ്റു അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് റൺസ്ഫെഡ്. ഭാരവാഹികളായ NV പവിത്രൻ ഞാണിക്കടവ്, TJ പ്രദീപ്, മധു S നായർ, സാഗർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗാലയത്തിന് നെല്ലിക്കട്ടയിൽ തുടക്കമായി. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ഉദ്ഘാടനം ചെയ്തു. SKSSFിന്റെ ആഭിമുഖ്യത്തിൽ 2 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന സർഗലയ കലാമത്സരങ്ങളുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗലയത്തിന് നെല്ലിക്കട്ട ഇമാം ഗസാലി നഗറിൽ തുടക്കമായി. പരിപാടിക്ക് തുടക്കം കുറിച്ച് സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ Y അബ്ദുള്ള കുഞ്ഞിയുടെ നേതൃത്വത്തിൽ 15 പ്രമുഖർ പതാക ഉയർത്തി. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ നൈസർഗികമായ വാസനകളെ പരിപോഷിപ്പിക്കാൻ അത് രാഷ്ട്രത്തിന്റെ പുരോഗമനത്തിൽ വളരെയേറെ ഉപകാരപ്രദമാകുന്ന വിനിയോഗിക്കാൻ പ്രാപ്തമാകുന്ന വിധം സജ്ജീകരിക്കുകയാണ്. എന്നാൽ കേരളക്കരയിലെ വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും
ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഈ സംഘത്തിന് കീഴിൽ 18 ഉപവിങ്ങുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് സുബൈർ ദാരിമി പടന്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബദിര, MLA-മാരായ AK അഷ്റഫ്, E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന് എന്നിവർ മുഖ്യാതിഥികളായി. താജുദ്ദീൻ ദാരിമി പടന്ന മുഖ്യപ്രഭാഷണം നടത്തി. EP ഹംസത്തു സഹദി, ബേർക്ക അബ്ദുല്ലക്കുഞ്ഞി ഹാജി, അഡ്വക്കേറ്റ് PK ഫൈസൽ, ഷാനവാസ് പാദൂർ, മാഹിൻ കേളോട്ട്, സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ഫാറൂഖ് ദാരിമി കൊല്ലമ്പാടി, സയ്യിദ് അസദി തുടങ്ങിയവർ സംബന്ധിച്ചു. രാത്രി 9 നടന്ന മജ്ലിസുന്നൂർ സദസ്സിന് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വളാന്തോട് മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണം കാർത്തിക വിളക്കാൽ പ്രഭാപൂരിതമായി. വൃശ്ചിക തൃക്കാർത്തിക ദശസഹസ്ര ദീപോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. പ്രസിദ്ധമായ വളാന്തോട് മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണം കാർത്തിക വിളക്കാൽ പ്രഭാപൂരിതമായി. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വൃശ്ചിക തൃക്കാർത്തിക ദശസഹസ്ര ദീപോത്സവം ഈ വർഷവും ഭക്തിയുടെ നിറവിൽ നടന്നു. വളാന്തോട് മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചിക തൃക്കാർത്തിക മഹോത്സവമാണ് നടക്കുന്നത്. ഈ വർഷം ദശസഹസ്ര ദീപോത്സവമാണ് നടത്തിയിട്ടുള്ളത്. 2021 പുനഃപ്രതിഷ്ഠ നടന്ന ഒരു ക്ഷേത്രമാണിത്. ശ്രീ ധർമ്മശാസ്താവ്, ഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യ സ്വാമി, ദുർഗാദേവി, സ്വയംഭുവായ നാഗരാജാവ് എന്നീ പഞ്ചദേവ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു ക്ഷേത്രം കൂടിയാണിത്. എല്ലാ വർഷവും വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം സമുചിതമായി ആഘോഷിക്കാറുണ്ട്. ഈ വർഷം നല്ല ജനപങ്കാളിത്തം, ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഒരു ദീപോത്സവമാണ് നടന്നിട്ടുള്ളത്. വരും കാലങ്ങളിൽ ഒരു ലക്ഷദ്വീപം തന്നെ നടത്താനുള്ള ആലോചനകളാണ് ക്ഷേത്ര കമ്മിറ്റികളത്. ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ സൂര്യനാരായണ ഭട്ടും അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണനും ഞാൻ ട്രഷററുമായ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഭരണസമിതിയായിട്ടുള്ളത്. കാർത്തിക ദീപം തെളിയിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. വെളിക്കൂത്ത് വീടച്ചേരി ശ്രീ വടക്കേ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. പ്രസിദ്ധമായ വെള്ളിക്കൂത്ത് വീണച്ചേരി ശ്രീ വടക്കേ വീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. പുലർച്ചെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി. കുറത്തിയമ്മ, ചെറളത്ത ഭഗവതി, കുണ്ടാർ ചാമുണ്ടിയമ്മ, പാടാർ കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. രണ്ട് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശ്രീരാമ ഭജന സംഘം സാമൂഹിക ശനി പൂജയും നവഗ്രഹ ശാന്തി ഹോമവും നടത്തി. കാരാട്ടുവയൽ വെങ്കിട്ടരമണ ക്ഷേത്ര പരിസരത്തായിരുന്നു പൂജ നടത്തിയത്. ശ്രീരാമ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് കാരാട്ടുവയൽ വെങ്കിട്ടരമണ ക്ഷേത്ര പരിസരത്ത് സാമൂഹിക ശനി പൂജയും നവഗ്രഹ ശാന്തി ഹോമവും നടന്നു. രാവിലെ ഗണപതി ഹോമം നടത്തിയ ശേഷമാണ് നവഗ്രഹ ഹോമം ആരംഭിച്ചത്. തുടർന്ന് ശനീശ്വര പൂജ നടന്നു. ഉച്ചയോടെ ഭക്തർക്ക് പ്രസാദ വിതരണവും നടന്നു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് സമ്മേളനം നടന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവം എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലൻ എന്ന് സുനിൽ പി ഇളയിടം. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ തീരസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. രണ്ടാം ദിനത്തിൽ സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനവും മൊബിലൈസേഷനും നടന്നു. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജനുവരി 13-നാണ് ജാഥ. സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 15-ന് ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 25-ന്. സംഘാടക സമിതി ഓഫീസ് തുറന്നു. എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പുല്ലൂർ വണ്ണാർവയൽ അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായർ സ്മാരക ഹാളിലായിരുന്നു പരിപാടി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.